നമസ്കാരം. ഇപ്പോൾ കിട്ടിയ വാർത്തയാണ് അജയ് തറയിലിന്റെ വീട് പോലീസ് വളഞ്ഞിരിക്കുന്നു. അതോടൊപ്പം CPM-ലെയും BJP-യിലെയും DYFI-ലെയും യുവമോർച്ചയിലെയും ആയിരക്കണക്കിന് ആളുകളും അവിടെ വളഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം അവസ്ഥയിലാണ്. മാത്രമല്ല പത്രദൃശ്യ മാധ്യമങ്ങളും വളഞ്ഞിരിക്കുകയാണ്. അവർ വാർത്തകൾ അപ്പോൾ ലൈവായി പുറത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ ഇപ്പോൾ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന വാർത്തയെങ്കിൽ അങ്ങനെ ഒരു വാർത്ത വരാൻ പോകുന്നില്ല. ഇതൊക്കെ തന്നെ നേരത്തെ ഇവിടെ നടന്നിട്ടുള്ളതാണ്, നമുക്കറിയാം. ഇബ്രാഹിം കുഞ്ഞിനെ അലാരിവട്ടം പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കള്ളക്കേസിൽ കുടുക്കി ഇപ്പോഴത്തെ മന്ത്രിയായ രാജീവ് കളമശ്ശേരിയിൽ നിന്ന് വിജയിക്കാൻ വേണ്ടി ഇബ്രാഹിം കുഞ്ഞിനെ തോൽപ്പിക്കുക അത്ര എളുപ്പമല്ല എന്ന് മനസ്സിലാക്കി പാലാരിവട്ടം പാലവുമായി ബന്ധപ്പെട്ട കേസിൽ അവിടുത്തെ CPM പ്രവർത്തകരെയും പോലീസിനെയും അദ്ദേഹത്തിന്റെ വീട് വളയിപ്പിക്കുകയും അത് പത്രദൃശ്യ മാധ്യമങ്ങളെ അവിടെ വരുത്തിക്കുകയും അത് വലിയ വാർത്തയായി പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. ഇതുപോലെയാണ് അജയ് തറയിലിന്റെ വീട് വളഞ്ഞ് പോലീസിനെ കൊണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം മാത്രമല്ല എറണാകുളത്തെ സകല പോലീസുകാരെയും വിന്യസിപ്പിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യിക്കാൻ പത്രദൃശ്യ മാധ്യമങ്ങളെ വരുത്തിച്ച് ഉള്ള പ്ലാൻ. എന്നാൽ ഇത് നടന്നില്ല. ഇതായിരുന്നു പ്ലാൻ. ആ പ്ലാൻ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നലത്തെ വാർത്തയിൽ നിന്ന് പുറത്തു വരുന്നത്. അതിൻ്റെ ഏറ്റവും പുതിയ വിശേഷത അടങ്ങിയ ദേവസ്വം കമ്മീഷണറുടെ റിപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ ദേവസ്വം ബോർഡ് കമ്മീഷണർ സമർപ്പിച്ച റിപ്പോർട്ടിൽ വളരെ 2/3/2017 ASP കുറുപ്പ് അഡ്വക്കേറ്റ് കമ്മീഷണർ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് ഈ വാജി വാഹനം തന്ത്രിക്ക് കൊടുത്തത് ആരൊക്കെ ഉണ്ടായിരുന്നു? കൊടുക്കുമ്പോൾ നമ്മുടെ CPM പ്രതിനിധിയായ രാഘവനും അതേപോലെ അജയ് തറയിലും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ പ്രയാർ ഗോപാലകൃഷ്ണനുമുള്ള ചടങ്ങിൽ വെച്ചാണ് വാജി വാഹനം പുതിയ കൊടിമരം സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് പഴയ കൊടിമരം അഴിച്ച് അതിലെ വാജി വാഹനം തന്ത്രിക്ക് കൊടുത്തത്. ആ കൊടുക്കുന്നതിന് ആസ്പദമായിട്ട് ഹൈക്കോടതി നിയമിച്ച ഒരു അഡ്വക്കേറ്റ് കമ്മീഷൻ കൃത്യമായി റിപ്പോർട്ട് കൊടുത്ത് അത് അംഗീകരിച്ച ശേഷം മാത്രമാണ് ഈ വാജി വാഹനം കൊടുത്തത് എന്നുള്ള വിവരമാണ് കൃത്യമായി പുറത്തു വന്നത്. അതിൻ്റെ അഡ്വക്കേറ്റ് കമ്മീഷൻ കൊടുത്ത റിപ്പോർട്ട് ഇങ്ങനെയാണ് പറയുന്നത്. The Jeevodvasam was conducted on 17/2/2017. On that day, the Anuncha, അതായത് അനുമതി, was taken from Lord Ayyappa to dismantle the existing Dojam, and the board members as well as the board officials along with the Advocate Commissioner took an oath before Lord Ayyappa to complete the construction of the new Dojam in a time-bound manner and is dedicate the same to Lord Ayyappa on 25/6/2017 at the decided മുഹൂർത്തം. അതായത് 25/6/2017 ലോർഡ് അയ്യപ്പയുടെ മുമ്പിൽ പോയി ഓത്ത് ചൊല്ലി ഈ പുതിയ കൊടിമരം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഉള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടു എന്നാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. അതിന് ഓൺ ദാറ്റ് 17/2/2017 ദൈവത്തോട് ഭഗവാനോട് ലോർഡ് അയ്യപ്പൻ്റെ അടുത്തൊന്നും അനുമതി വാങ്ങി എന്നാണ് പറയുന്നത്. അത് തന്ത്രി വാങ്ങി എന്നാണ് പറയുന്നത്. The Tantri of the temple through ceremonies captured the living spirit from the Dwajam, and the same was made part of the Peedam in the Sanctorium through Kalasham. Thereafter ഇതിലുണ്ടായിരുന്ന ജീവൻ എടുത്ത് ക്യാപ്ചർ ചെയ്ത് എന്ത് ചെയ്തു? ധ്വജത്തിലുണ്ടായിരുന്ന ജീവൻ എടുത്ത് അത് പീഠത്തിലേക്ക് മാറ്റുകയും അതൊരു കലശത്തിലേക്ക് മാറ്റി പീഠത്തിൽ വെക്കുകയും ചെയ്തു. Thereafter the different parts of the Dwajam was removed as per the tradition, and the system of Vahanam was given to the Tantri by the president, and the wooden parts of the Dwajam were cremated in an holy atmosphere on the southern courtyard of the temple by the temple after performing the various rituals connected with the cremation of a human body. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് പറയുന്നത്. അതായത് ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ക്ഷേത്രത്തിലെ ഭൗതിക വസ്തുക്കൾ പൊതു സ്വത്തായതിനാൽ ദേവസ്വത്തിന്റെ സ്വത്തായി നിലനിർത്തണമെന്ന് ആണ് 2012 ദേവസ്വം ബോർഡ് ബെഞ്ച് വിധിച്ചിട്ടുള്ളത്. എന്നാൽ അതിനെ ലംഘിച്ചുകൊണ്ട് ഈ വാജി വാഹനം ആർക്ക് കൊടുത്തു? നമ്മുടെ തന്ത്രിക്ക് കൊടുത്തു നിയമവിരുദ്ധമായി. അത് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനും അതേപോലെ അജയ് തറയിലും പിന്നെ ആണ് കൊടുത്തത് എന്ന് അവരെ ഉടനെ അറസ്റ്റ് ചെയ്യണം. പ്രയാർ ഗോപാലകൃഷ്ണൻ മരിച്ചുപോയി, സ്വർഗത്തിലിരുന്ന് പിടിച്ചുകൊണ്ടുവരാൻ പറ്റില്ല. എന്നാൽ ഇവിടെയുള്ള അജയ് തറയിലിനെ അറസ്റ്റ് ചെയ്യണം, അത് വലിയ ആഘോഷമാക്കണം.
അത് ആഘോഷമാക്കുന്നതിന്റെ ഭാഗമായിട്ടുണ്ടാക്കിയ പ്ലാനാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അത് മുമ്പുണ്ടായ അനുഭവം പോലെ നമ്മൾ കേൾക്കേണ്ട ഒരു ശബ്ദമായിരുന്നു, വാർത്തകളിൽ നിറഞ്ഞു നിൽക്കും ശബ്ദം പ്രശ്നമായിരുന്നു. അജയ് തറയിലിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസും അതേപോലെ ഡിവൈഎഫ്ഐ പ്രവർത്തകരും വളഞ്ഞു വീട് എന്നിട്ട് അറസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ലൈവായി റിപ്പോർട്ട് ചെയ്യാൻ അവിടെയുള്ള ചാനലുകളെല്ലാം എത്തിയിട്ടുണ്ട് എന്നുള്ള വാർത്ത. ഇതൊരു ഞാൻ വെറുതെ പറഞ്ഞതാണ്, പക്ഷെ അത് പ്ലാൻ ചെയ്ത പരിപാടിയാണ്, മുമ്പ് നടന്ന പരിപാടിയാണ്. ഇത് തന്നെയാണ് മുമ്പ് നമ്മുടെ ഇബ്രാഹിം കുഞ്ഞിന്റെ കാര്യത്തിൽ നടന്നത്. അത് അന്ന് നടന്നു അല്ലാതെ പിന്നീട് ആ കേസ് മുന്നോട്ട് പോയില്ല. മാത്രമല്ല മുഹമ്മദ് അനീഷ് എന്ന് പറയുന്ന അന്നത്തെ പൊതുമരാമത്ത് സെക്രട്ടറിയെ ഇന്നേ വരെ അറസ്റ്റ് ചെയ്തിട്ടുമില്ല. അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ കേസിൽ കുറ്റപത്രം പോലും 5 വർഷം കഴിഞ്ഞിട്ട് കൊടുത്തില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പം നമ്മളെ ഇബ്രാഹിം കുഞ്ഞ് എന്തായാലും മരിച്ചുപോയി. അദ്ദേഹം ഇതൊക്കെ സ്വർഗത്തിലിരുന്ന് കാണുന്നുണ്ടായിരിക്കാം ഇപ്പോൾ കാണിക്കുന്ന കോപ്രായങ്ങളെല്ലാം. എന്തായാലും അദ്ദേഹത്തോട് കാണിച്ച ക്രൂരത ഇവിടെ അജയ് തറയിലിനോട് കാണിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തതായിരുന്നു CPM എറണാകുളം ജില്ലാ കമ്മിറ്റി. അതിന് പിണറായി വിജയന്റെ പ്രത്യേക നിർദ്ദേശം ഉണ്ടായിരുന്നു. വലിയ തോതിൽ പ്രക്ഷോഭം ഉണ്ടാകണം, പ്രതിഷേധം ഉണ്ടാകണം, അതിന് അദ്ദേഹത്തിന്റെ രൂപങ്ങളൊക്കെ അവിടെ കെട്ടി തൂക്കി കത്തിക്കണം അജയ് തറയിൽ എന്നൊക്കെ പറഞ്ഞ നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. അതൊന്നും നടക്കാൻ കഴിഞ്ഞില്ല. അവരുടെ സ്വപ്നങ്ങളെല്ലാം നിലയിൽ പൊട്ടി. അതിനു മുമ്പായിട്ട് തന്നെ ഇതിന്റെ റിപ്പോർട്ട് അതായത് അഡ്വക്കേറ്റ് കമ്മീഷൻ കൃത്യമായി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. തന്ത്രിക്ക് കൊടുത്തത് നിയമപ്രകാരം ആചാരപ്രകാരമാണ് കൊടുത്തത് എന്ന് പറയുന്ന ഒരു കാര്യം, അതായത് വാജി വാഹനം കൊടുത്തത് ആചാരപ്രകാരമാണ് എന്നുള്ളതാണ് കൃത്യമായി പറയുന്നത്. ഇതൊന്നും കൂടെ വായിക്കാം. Thereafter the different parts of the ധ്വജം was removed. കൊടിമരത്തിലെ മറ്റു ഭാഗങ്ങളെല്ലാം റിമൂവ് ചെയ്തു. തേക്കിന്റെ ആ തടി ഒഴിച്ച് ബാക്കിയെല്ലാം റിമൂവ്. ആസ് പെർ ദ ട്രഡീഷൻ ആൻഡ് ദ സിസ്റ്റം, ട്രഡീഷൻ ആചാരപ്രകാരമാണ് റിമൂവ് ചെയ്തത്. ആൻഡ് ദ സിസ്റ്റം ആചാരപ്രകാരം അതാണ് പാരമ്പര്യവും. The Vahanam was given to the Tantri by the president, and the wooden parts of the Dwajam were cremated in an holy atmosphere in the southern courtyard of the temple by the temple after performing the various rituals connected with the cremation of a human body. ഒരു ഹ്യൂമൻ ബോഡി സംസ്കരിക്കുന്ന പോലെ എന്തെല്ലാം ചടങ്ങുകളാണോ സാധാരണ നടത്താറുള്ളത് അതേപോലെ ദിവ്യമായ അന്തരീക്ഷത്തിൽ ഈ അവിടെ ഉണ്ടായിരുന്ന ആദ്യത്തെ കൊടിമരം സംസ്കരിച്ചു. മനുഷ്യദേഹം എങ്ങനെയാണ് സംസ്കരിക്കുമ്പോൾ പൂജാവസ്തുക്കൾ ഉപയോഗിച്ചെല്ലാം ക്രമേഷൻ നടത്താറ്, അതേപോലെ കൊടിമരവും ക്രമേഷൻ നടത്തി. മാത്രമല്ല ഈ വാഹനം വാജി വാഹനം തന്ത്രിക്ക് ആചാരപ്രകാരവും പാരമ്പര്യപ്രകാരവും കൈമാറി എന്നാണ് പറഞ്ഞത്. ഇതാരുടെ റിപ്പോർട്ടാണ്? അഡ്വക്കേറ്റ് കമ്മീഷൻ, ഹൈക്കോടതി നിയമിച്ച അഡ്വക്കേറ്റ് കമ്മീഷനിൽ പറയുന്ന കാര്യമാണ്. ദി വേരിയസ് പാർട്സ് ഓഫ് ദ എക്സിസ്റ്റിംഗ് ധ്വജം പ്ലേറ്റഡ് വിത്ത് ഗോൾഡ് was numbered and separately weighed by the തിരുവാഭരണം കമ്മീഷണർ ആൻഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ. അതിന്റെ ബാക്കി ഭാഗങ്ങൾ വരുന്ന സ്വർണത്തിൽ വരുന്ന കാര്യങ്ങളും മറ്റുമൊക്കെ തൂക്കുകയും അത് തിരുവാഭരണം കമ്മീഷണർ അസിസ്റ്റന്റ് എഞ്ചിനീയർ നേതൃത്വത്തിൽ തൂക്കുകയും thereafter the same was entrusted to the administrative officer at ശബരിമല സന്നിധാനം. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് കൈമാറുകയും ശബരിമല സന്നിധാനത്തിൽ വെച്ച് നൽകുകയും. Those items are perfectly sealed and kept in the strong room at ശബരിമല സന്നിധാനം. അത് ശബരിമലയുടെ സന്നിധാനത്തിൽ കൊണ്ട് സൂക്ഷിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. The mast was made up of concrete and same was dismantled up to the ground level and dismantled parts of the dome was submerged in the running water. Excavation of the ground portion will commence in the last week of March 2018 for laying the ആധാർ ശില ഓൺ ദ ഷെഡ്യൂൾഡ് ഡേറ്റ്. ഇതാണ് കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതിൽ നടന്നിരിക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല 2017 മാർച്ച് 2 ഈ കാര്യം കോടതി അംഗീകരിച്ചുകൊണ്ട്, ബഹുമാനപ്പെട്ട കോടതി അംഗീകരിച്ചുകൊണ്ട് ഉത്തരവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതിനെയാണ് ഇപ്പോഴത്തെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് കൊണ്ടൊന്നും ഈ പ്രശ്നങ്ങൾ, ശബരിമല പ്രശ്നങ്ങൾ മാറിയിട്ടില്ല. തന്ത്രിയെ നിയമവിരുദ്ധമായി കേസിൽപ്പെടുത്തിയത് കൊണ്ടും SIT സ്വാധീനം കൊടുത്ത് അങ്ങനെ ചെയ്തതുകൊണ്ടും ഒരു വലിയ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല. തന്ത്രിയെ പിടിച്ചത് മന്ത്രിമാരെയും അതേപോലെ മുഖ്യമന്ത്രി രക്ഷിക്കാനുള്ള പ്രചരണം വന്നതോടെ അതും പൊളിഞ്ഞുപോയി. പിന്നെ ആകെ ഉള്ളത് അജയ് തറയിലിനെ അറസ്റ്റ് ചെയ്യുക. പ്രയാർ ഗോപാലകൃഷ്ണൻ മരിച്ചുപോയി, അദ്ദേഹം ദിവംഗതനായി മരിച്ചിട്ട് കുറേ കാലമായി. എന്നാൽ ഇവിടെ അജയ് തറയിലാണ് ഇപ്പോൾ ഉള്ളത്. അജയ് തറയിൽ വൈപ്പിൻ മണ്ഡലത്തിൽ മത്സരിക്കാൻ പോവാണ്. നേരത്തെ അവിടെ മത്സരിച്ച MLA ഒരു പെണ്ണ് കേസിലെ പ്രതിയാണെന്നുള്ള വലിയ പ്രചരണം വന്നതും അവിടെ വലിയ സീറ്റ് നഷ്ടപ്പെടുമെന്നുള്ള അവസ്ഥയാണ്. ഈ സന്ദർഭത്തിൽ അജയ് തറയിൽ അവിടെ മത്സരിക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തെ അവിടുന്ന് ഓട്ടിക്കാനും
അവിടെ ഒരു സീറ്റ് പിടിച്ചെടുക്കാനും പറ്റുന്നത് ഈ പറയുന്ന പ്രശ്നമാണ്. നേരത്തെ കടകംപള്ളിയുടെയും അതേപോലെ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതും അതേപോലെ വാസുവിനെ അറസ്റ്റ് ചെയ്തതും ഇനി അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് വാസവനും അതേപോലെ പ്രശാന്തും അടക്കമുള്ളവരേക്ക് അറസ്റ്റ് ചെയ്യുന്നതുമായ കാര്യങ്ങളെ മറികടക്കാൻ, നിശബ്ദരാക്കാൻ, പ്രതിപക്ഷത്തെ നിശബ്ദരാക്കാൻ ഏറ്റവും പറ്റിയത് അജയ് തറയിലിനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു വലിയ ആഘോഷമായി കേരളം മുഴുവൻ ആഘോഷിക്കാൻ വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഇരുട്ടടി എട്ടിയ പോലെ കോടതി ഉത്തരവുകൾ പുറത്തു വന്നിരിക്കുന്നത്, അഡ്വക്കേറ്റ് കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്, ഹൈക്കോടതി അംഗീകരിച്ച റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഇത് കോൺഗ്രസിനെ തകർക്കാനുള്ള ഒരു പരിപാടി 8 നിലയിൽ പൊട്ടി എന്ന് വേണമെങ്കിൽ പിണറായി വിജയന്റെ ഓരോ പരിപാടികളും 8 നിലയിൽ പൊട്ടുകയാണ്. അതിന് ഏറ്റവും ഉദാഹരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തത് വലിയ തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ജയിലിൽ കിടക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെക്കാട്ടും 100 ഇരട്ടി ശക്തവാനാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിന് ആയിരക്കണക്കിന് ജനങ്ങൾ പിണറായി വിജയനെതിരെ ഇത്തരത്തിലുള്ള ഇല്ലീഗൽ അറസ്റ്റിനെതിരെ നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതേപോലെ തന്നെയാണ് ഇപ്പോൾ അജയ് തറയിലിനെ അറസ്റ്റ് ചെയ്ത് ജയിലടയ്ക്കാനുള്ള പദ്ധതി 8 നിലയിൽ പൊട്ടി തകർന്നിരിക്കുന്നു. അത് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു. ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ഈ പറയുന്ന വാജി വാഹനം കൊടുത്തത് ആചാര പ്രകാരവും പാരമ്പര്യ പ്രകാരവും ഒക്കെയാണ് എന്ന് കൃത്യമായിട്ട് കോടതി തന്നെ അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളതും അഡ്വക്കേറ്റ് കമ്മീഷൻ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതും ഇപ്പോൾ വലിയ തിരിച്ചടിയായി മാറിപ്പോയി എന്നുള്ളതാണ് സത്യം. ഈ വെളുക്കാൻ തെച്ചത് പാണ്ടായി. അവസാനം ഇപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ പിണറായി വിജയൻ ആകെ ഇരുട്ട് തപ്പുകയാണ് എന്നുള്ളതാണ് സത്യം. നന്ദി, നമസ്കാരം.